ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന സ്ഥലത്താണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ ഒരാൾ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന അവിടെ തന്നെ എന്തുണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ എൻട്രൻസിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അവിടുന്ന് ആളുകളൊക്കെ വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ആളുകൾ കുടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ട് നല്ല രസമായിരുന്നു അവിടെ നമുക്ക് ആ നടത്തും വീഡിയോസ് എടുക്കുന്നതും ഒക്കെ കേട്ടോ. ഇതാ ഇവിടെ ഇപ്പോൾ ഈ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഇതാ നമുക്ക് ദൂരെ നിന്നിട്ട് വെള്ളച്ചാട്ടം ഇവിടെ നല്ലൊരു വ്യൂ ആട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് നല്ല മഴയുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഇതാ ഈ ഒരു പാലത്തിലൂടെ ആട്ടോ, ഈ തൂക്കുപാലത്തിലൂടെയാണ് നമ്മൾ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്നിട്ട് ദൂരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കുറച്ചും കൂടി പോയാൽ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് വെള്ളത്തിൽ കുളിക്കുന്നവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ തൂക്കുപാലം വീഡിയോസും ഫോട്ടോസൊക്കെ ആളുകൾ ഒരുപാട് എടുക്കുന്നുണ്ട്. ഹോളിഡേയ്സിലൊക്കെ നല്ല റഷ് തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. മഞ്ഞണിഞ്ഞ മലകൾ എന്നർത്ഥം വരുന്ന തുഷാരഗിരി പശ്ചിമഘട്ടത്തിൻ്റെ തായ്വരയിലാണുള്ളത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും പ്രകൃതി സുന്ദരമാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് തുഷാരഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വെള്ളച്ചാട്ടത്തിന് ഏറ്റവും ശക്തിയുള്ളതും ഈ ഒരു കാലയളവ് തന്നെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ചിലപ്പം അവിടെ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പോയ സമയത്ത് ജൂൺ സമയമായിരുന്നു. ഈ ജൂൺ മാസങ്ങളിലൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ അവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കൂടെയുള്ള കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇക്കയും എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ കുട്ടി തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് അരുവികൾ കൂടിച്ചേർന്ന് ചാലിപ്പുഴ എന്ന ഒരു നദി രൂപം കൊള്ളുന്നു. നദി മൂന്നായി പിരിഞ്ഞിട്ട് 3 വെള്ളച്ചാട്ടങ്ങളായി ഒരു മഞ്ഞുപോലത്തെ ജലധാരയാകുന്നു. ഇതിൽ നിന്നാണ് തുഷാരഗിരി എന്ന പേര് വന്നത്. 3 വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് തേൻപാറ വെള്ളച്ചാട്ടമാണ്. 25 മീറ്ററാണ് അതിൻ്റെ പൊക്കം വരുന്നത്. മുഹമ്മദൊക്കെ ഇതാ വെള്ളത്തിൽ കുറച്ച് സമയമൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ കയറി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ ഇറക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ ഇതാ ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ പോകുന്നവർ ഭക്ഷണവും വെള്ളമൊക്കെ കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടില്ല. പ്രത്യേകിച്ച് ആളുകൾ അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്നത് കൊണ്ടായിരിക്കാം അവിടെ അത് കൊടുക്കുന്നില്ല, അത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്നവർ കയ്യിൽ അതും കൂടി കരുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾ പോയ സമയത്ത് കുട്ടികൾക്കൊക്കെ വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും കുറച്ച് ഉള്ളിലേക്ക് പോവുക കേട്ടോ. അവിടെ
ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ഭാഗമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ. ആളുകളൊക്കെ ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്. വെള്ളച്ചാട്ടങ്ങളും മലകളും സുഗന്ധവ്യഞ്ജനങ്ങളും അങ്ങനെ എല്ലാമായിട്ട് നല്ല വ്യൂ തന്നെ കേട്ടോ. നമുക്ക് എവിടെ നോക്കിയാലും മനോഹരം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുള കൊണ്ട് ചെറിയൊരു ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ എത്രയോ സമയം ഇരുന്ന് ആസ്വദിക്കാവുന്ന കേട്ടോ. വളരെ മനോഹരമാട്ടോ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവരൊക്കെ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് വാട്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. സിസ്റ്ററൊക്കെ ഇതാ ഇവിടെ നിന്നിട്ട് വെള്ളം കുടിക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് കണ്ടപ്പോൾ പിന്നെ ഉമ്മാക്കും ഒരാഗ്രഹം കുറന്ന് പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചാലോ എന്ന്. അപ്പോൾ ഉമ്മയും പോയിട്ട് അവിടെ നിന്നിട്ട് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഏതൊരു വെള്ളച്ചാട്ടം പോലെ തന്നെ തുഷാരഗിരിയിൽ എത്തുന്ന നിങ്ങൾ എല്ലാവരും വെള്ളത്തിലിറങ്ങുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജംഷി ഫ്രം ജംഷി ടോക്സ്.